ഒരു മഹാമാനുഷി അദ്ദേഹം നടത്തുന്ന ഐതിഹാസികമായ ഒരു യാത്ര. കേരളത്തിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ഇത്തൊരു യാത്ര നടക്കുന്നത്. മാത്രമല്ല, ഭാരതത്തിൽ അദ്ദേഹം സഞ്ചരിക്കാത്ത ഒരു സംസ്ഥാനവുമില്ല, കാണാത്ത ഒരു നേതാക്കന്മാരുമില്ല. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് ഒരു സഞ്ചാരിയായി മാറിയ അദ്ദേഹം 94-ാമത്തെ വയസ്സിൽ പ്രായത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആത്മവീര്യം കാലം പോലും അദ്ദേഹത്തിന് വഴിമാറി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിജ്ഞാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു മഹാപ്രവാഹമായ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇന്ന് ഉയർത്തിയിരിക്കുന്നത് മാനവികതയുടെ ഒരു മഹാസന്ദേശമാണ്. ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. മനുഷ്യന് വേണ്ടി എന്നുള്ള മുദ്രാവാക്യം. അദ്ദേഹം ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹം ദാനധർമ്മങ്ങളുടെ പര്യായമാണ്, പ്രതീകമാണ്, അറിവിന്റെ ഒരു സമുദ്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ നേതാവ് നടത്തുന്ന ഈ യാത്ര മനുഷ്യന് വേണ്ടിയിട്ടാണ്. ആബാലവൃദ്ധം ജനങ്ങളും ഈ യാത്രയ്ക്ക് പിന്തുണ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം നടത്തുന്ന ഈ യാത്ര കേരളത്തിന് വേണ്ടിയിട്ടാണ്, ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജനസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഭരണഘടനാപരമായ അവകാശങ്ങൾ ജനങ്ങൾക്ക് അനുഭവിക്കാൻ, അനുഭവവേദ്യമാക്കാനുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഈ യാത്ര ശുഭപര്യാസനയാകും. 16-ാം തീയതി തിരുവനന്തപുരത്ത് ഈ യാത്ര സമാപിക്കുന്നതോടുകൂടി കേരളത്തിൽ ഒരു പരിവർത്തനത്തിന്റെ കാലഘട്ടം ആരംഭിക്കും. അതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർവശക്തനായ തമ്പുരാൻ അദ്ദേഹത്തിന് ആയുസ്സും അതുപോലെ തന്നെ ആരോഗ്യവും നൽകി ഇനിയും ദീർഘകാലം കേരളത്തിലെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് അഭയം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമാറാകട്ടെ. അനാഥന്മാരുടെ ഉപ്പയ്ക്ക് സാധിക്കുമാറാകട്ടെ. അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവർക്കെല്ലാം അഭയം കൊടുക്കുന്ന ഉസ്താദ്, ആ ഉസ്താദ് നീണാൽ ഈ നാട്ടിൽ വാഴട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ യാത്രയ്ക്ക് സർവമംഗളങ്ങളും നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.